ഇതാണ് ദോഹയിൽ നിന്ന്. ദോഹന്റെ കാലാവസ്ഥ സമയം 5 മണിയാവുന്നു, 4:45 ഹെവി വിൻഡാണ്, ഫുൾ പൊടിക്കാറ്റ്. മഴ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. പക്ഷെ സൗദിയിലൊക്കെ നല്ല മഴയാണ്. മഴ പറഞ്ഞ പ്രകാരം ഇപ്പം മഴ വേണ്ട സമയം ഇല്ലാണ്ടിരുന്നാൽ മതി. റാഹത്തായിട്ട് ക്ലൈമറ്റ് മാറിയാൽ മതി. അപകടങ്ങളൊന്നും വരാണ്ട് മുന്നോട്ട് പോയാൽ മതി. നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള കാറ്റാണ്. അല്ലോ കാറ്റൊക്കെ നല്ല ശക്തമായിട്ടുള്ള കാറ്റാണ്. അതേപോലെ തന്നെ മഴ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 5 മണിക്കൂറിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളെഴുതി ഒരു 5 മണിക്കൂറോട് കഴിഞ്ഞ് രാവിലത്തെ വീഡിയോ ഉണ്ടല്ലോ, മഴ ചെറുതായിട്ട് ചാറി, വണ്ടിയെല്ലാം ചെറിയ ചെറിയ രീതിയിൽ കച്ചറായിട്ടുണ്ട്. പക്ഷെ യാതൊരു രീതിയിലും നല്ല ഹെവി റെയിനൊന്നും ഉണ്ടായിട്ടില്ല. അറിയില്ല, ചിലപ്പോൾ ആ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മളെ ഈ ഒരു ഭാഗത്തേക്കൊന്നും ഇപ്പൊ ഗറാഫ ഈ ഒരു ഏരിയയിലേക്കൊന്നും മഴ അത്രത്തോളം ഉണ്ടായിട്ടില്ല. ഹെവി റെയിൻ വരുന്നൊക്കെ പറയുന്നത് ആലിപ്പഴം വീഴും, അതേപോലെ തന്നെ വണ്ടിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതൊന്നും ഒന്നും ആയിട്ടില്ല. മറ്റു സ്ഥലങ്ങളിൽ ആയിട്ടുണ്ടോ നമുക്ക് അറിയില്ല. അതെ അതെ അതെ. അപ്പൊ ഏതായിരുന്നാലും നല്ല വെയിലായിരുന്നു ഇപ്പോഴും. തണുപ്പ് ചൂടൊന്നുമില്ല അല്ലേ? ചൂടില്ല ഒന്നുമില്ല. അപ്പൊ ഇതാണ് അവസ്ഥ, കാലാവസ്ഥ. നോക്കട്ടെ വൈകിട്ട് എങ്ങനെ ഉണ്ടാവുന്ന എന്താണെന്ന് അറിയില്ല. കാറ്റുള്ളത് കൊണ്ട് ചൂടത്ര അറിയുന്നില്ല. കാറ്റുള്ളത് കൊണ്ട് അറിയുന്നില്ല. അങ്ങനെ ഖത്തർ പറഞ്ഞ പ്രകാരം മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. സമയം ഏകദേശം 4:30 തുടങ്ങി. വൈകിട്ട് നമ്മൾ മോർണിംഗിൽ കണ്ടെല്ലാം നല്ല ശക്തമായിട്ടുള്ള പൊടിക്കാറ്റൊക്കെ വന്ന്, പക്ഷേ ആ സമയത്തൊന്നും മഴ പെയ്തില്ല. നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ഏകദേശം 10-12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിലാണ് ഇപ്പോൾ മഴ പെയ്തത് ഖത്തറിൽ. സൗദിയിലൊക്കെ നല്ല രീതിയിലുള്ള മഴയുണ്ട്. ഏതായിരുന്നാലും സന്തോഷം. ഞങ്ങൾക്ക് എത്രത്തോളം ഹെവി റെയിനാണ് വരാൻ പോകുന്നുള്ള അറിയില്ല. മാഷാ അല്ലാഹ്. പിന്നെ ഇന്നത്തെ ഡെയിലി വ്ളോഗിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്. നമ്മളെ 30 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഏതായാലും വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ് നമുക്ക് അടുത്തൊരു വർഷം കൂടി കിട്ടി. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അടുത്ത എല്ലാ സമയത്തും ഓരോരോ വർഷം കഴിയുന്നോളം ഹെൽത്തി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളെ ഹെൽത്ത് നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ചുരുങ്ങിയ വർഷം മാത്രമേ ഉള്ളൂ നമ്മളെ ലൈഫ്. അപ്പോൾ ആ ഉള്ള ലൈഫ് അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായിട്ട് മുന്നോട്ട് പോവാം. ആ ഒരു കാര്യത്തിന് പറയാനുള്ളത്. നമുക്ക് ഇപ്പം ഇന്ന് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ബർത്ത്ഡേ ആയിട്ട് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോ കാര്യങ്ങളൊന്നും ഇല്ല. കുറേ ആൾക്കാർ നമ്മൾ വിഷ് ചെയ്ത് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. വീഡിയോ കാണുന്ന ആളുകൾക്കും താങ്ക് യു സോ മച്ച്. ഒന്നും പറയാനില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ആസാദിനെ വെയിറ്റ് ചെയ്തിരിക്കണം. ആസാദിൻ്റെ ബക്ര ഒരു ബ്രാഞ്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിന്നും ബ്രാൻഡിലുള്ളത് മെസ്സില്ല ലുലുവിൻ്റെ അടുത്തായിട്ട്. ഏതായാലും ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ച് ഏകദേശം 30 കൊല്ലമല്ല 30 വർഷം കൂടി ജീവിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദീർഘായുസ്സ് ആഫിയത്ത് കഴിഞ്ഞാൽ 30-40 വർഷമൊക്കെ ജീവിക്കുക. ഇനിയൊരു 40 വർഷം 30 വർഷമൊക്കെ കിട്ടട്ടെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അതിലുപരി നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഹെൽത്ത് നമ്മൾ നോക്കണം. അതിന് നമ്മൾ ഇന്നത്തെ ദിവസം ഇപ്പം മെയ് 1 ഇന്നെൻ്റെ ബർത്ത്ഡേന്. അപ്പം ഏപ്രിൽ 30 നൈറ്റിൽ പോയിട്ട് നമ്മൾ ജിമ്മിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു കുറച്ച് കാലം നമ്മൾ ജിമ്മിനൊക്കെ പോയി നല്ല സെറ്റാക്കി ബോഡിയൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ശരീരം നോക്കുന്നുണ്ട്. നമ്മൾ ഫുട്ബോൾ കളിക്കലുണ്ട്, പക്ഷെ എങ്കിൽ പോലും എക്സസൈസും മസ്റ്റായിട്ട് ഡെയിലി എക്സസൈസ് ചെയ്യണം. അതിലുപരി നല്ല ബോഡി കെയർ ചെയ്യണം, നല്ല ഫുഡുകൾ മാത്രം കഴിക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു നല്ല ദിവസം നമ്മൾ ഇതാ ജിമ്മിന് പോകുന്നുണ്ട്. ജിമ്മിന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. എവിടെയാണ് ജിമ്മിന് ചേർന്നതും അത് കാഴ്ചകളൊക്കെ കാണാം. അതോടുകൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്ന ദിവസം എത്ര വന്നിട്ട് നമ്മളെ ബർത്ത്ഡേ ദിവസം ഫസ്റ്റിൽ നമ്മൾ ജിമ്മിന് പോകാൻ വേണ്ടി പോവുകയാണ്. നല്ലൊരു തീരുമാനമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വയ്യ കാണാം. ഈവനിങ്ങിൽ ഏകദേശം 5:30 നമ്മളൊരു ചായ അടിക്കാനായിട്ട് ചായ ബോക്സിൽ എത്തിയതാണ് പതിവ് പോലെ തന്നെ. സത്യം ഒന്ന് വയറിലാക്കണം. മുട്ടക്ക് ഗ്ലാസ് ഒന്നല്ല. നമുക്കൊരു ഇത് സുക്കർ കലീൽ ജിദ്ദൻ.
നമ്മൾ പോകണ്ട ജിമ്മിന് പോണ്. മാഷാ അല്ലാഹ്. മഴ പെയ്തിട്ടാ, ഖത്തറിൽ മഴ പെയ്തു. ഒമേഗ റൈൻ ഇല്ലെങ്കിലും ചെറിയ റൈനൊക്കെ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ. അല്ലോ കിട്ടി കിട്ടി കിട്ടി. നല്ല മിന്നാട്ടാ. നമ്മൾ ആദ്യ ദിവസം തന്നെ നമുക്ക് നമ്മൾ ഇറങ്ങിയ ദിവസം ആദ്യം തന്നെ നല്ല മഴത്താണ് നമ്മൾ ജിമ്മിന് പോകുന്നത്. നമ്മളിവിടെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മദീന ഖലീഫേന്. കറഫിൽ നിന്ന് മദീന ഖലീഫയ്ക്ക് ഏകദേശം 2 കിലോമീറ്റർ തന്നെ ഉള്ളൂ. മദീന ഖലീഫുള്ള അല്ലമാൻ ജിമ്മിലാണ് പോകുന്നത്. അല്ലമാൻ ജിമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് നല്ല ഓഫർ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. ഏതായാലും ജോയിൻ ചെയ്ത് നമ്മൾ പോവാണ്. ഫസ്റ്റ് ഡേന് ചെറിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്, ഇടി മിന്നലോട് കൂടിയുള്ള മഴയാണ്. ഏതായാലും മുന്നോട്ട് പോവാം. നമുക്കറിയാം ക്ലൈമറ്റ് മാറാനുള്ള മഴയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഇത് നല്ല ചൂടാണ്. നമുക്കിങ്ങനെ ഒരു തണുപ്പ് ക്ലൈമറ്റ് കിട്ടൂല. മഴയും അതുപോലെ തന്നെ ഈ ഒരു ക്ലൈമറ്റൊക്കെ കിട്ടണ അത്യാവശ്യം സമയം കഴിയേണ്ടതാണ്. 3-4 മാസം കഴിയണം, എന്നാലും ഞാൻ അടുത്തത് വരുള്ളൂ. നല്ല രീതിയിൽ തന്നെ മിന്നറിയുന്നുണ്ട് പുറത്ത്. ദോഹൻ്റെ കാശിന് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹൈറ്റ് എന്നുള്ള ബ്രിഡ്ജാണ് മദീന ഖലീഫയ്ക്കുള്ള എക്സ്പ്രസ് ഹൈവേന്ന്. അല്ലമാൻ ജിമ്മുണ്ട്, അല്ലമാൻ ജിമ്മ്. ആദ്യ പഞ്ചാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടോ? മാഷാ അല്ലാഹ്. ഓ സ്റ്റോപ്പ് ചെയ്യാം. സെറ്റ്. ആശാനെ ആ മസിൽ പൊട്ടിത്തെറിച്ചോ? അല്ലോ മാഷാ അല്ലാഹ്. നമ്മൾ ഇന്നത്തെ കളി ഏകദേശം തീരുമാനമായിട്ടാ. എങ്ങനെയുണ്ട് ആസാദ് എക്സ്പീരിയൻസ്? ഷെയറല്ലേ? തീർച്ചയായിട്ടും നമ്മൾ വരും നെക്സ്റ്റ് വേറെ ദിവസം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ബർത്ത്ഡേ ദിവസം നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്ത് പോവാണ്. സോറി. അപ്പോൾ നമ്മളെ അടുത്തൊരു സ്റ്റെപ്പാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ എന്തോ ഒരു ദിവസം കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം അല്ല കുഴപ്പമില്ല, പോയി. ഓക്കെ, നമ്മൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. അപ്പോൾ തുടർന്ന് നമ്മൾ ഡെയിലി വ്ലോഗ് കാണാം അല്ലേ? ഓക്കെ, സീ യു നെക്സ്റ്റ് അഗൈൻ. ബൈ. A few moments later. നമ്മൾ കുറേ വേർത്തി, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണ്ട. കേട്ടോ